ഹലോ ഫ്രണ്ട്സ്, ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ മാങ്ങയെ കണി കണ്ടിട്ടാണ് കേട്ടോ എണീറ്റത്. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ തെരാപ്പാര നടക്കുന്ന പൂച്ചകളെയും കണി കണ്ടു. ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല, അമ്പലത്തിൽ പോകണം. അമ്പലത്തിൽ പോകുന്ന സമയം തിരക്കിൽ ഞാൻ മുടിയൊക്കെ വലിച്ച് കെട്ടിയിട്ടാകുമ്പോഴത്തേനും റബ്ബർ അയക്കാൻ പറ്റാതെ മുടി അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. സങ്കടമുണ്ട്. പിന്നെ അമ്പലത്തിലൊക്കെ പോയിട്ട് ഞങ്ങൾ കാർ നോക്കാൻ വേണ്ടിയിട്ട് ഷോറൂമിൽ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിയുമ്പോഴത്തേനും തന്നെ അങ്ങനൊരു അവൽ മിൽക്കിൽ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഒന്നൊന്നും കുടിച്ചിട്ട് വയറ് നിറഞ്ഞില്ല. അങ്ങനെ രണ്ടാമതും വാങ്ങി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ പിന്നെയും മാങ്ങ താഴെ വീണ് കിടക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും അല്ലായിരുന്നു രാവിലത്തേത് ഭയങ്കരമായിട്ട് എന്താ പറയുക, നല്ലോണം മാങ്ങ താഴെ കിടപ്പുണ്ടായി. അത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ അതെടുക്കാൻ പറ്റിയില്ല, ഫോണ് സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇത് അത്യാവശ്യം കുറച്ചൊന്ന് 2-3 ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മാങ്ങ മരത്തിൽ പഴുത്ത് കിടപ്പുണ്ടാകും. ഇനി നാളെ രാവിലെ ആകുമ്പോഴത്തേനും അത് താഴെ വീണോളും. പിന്നെ അത് ഞാൻ പെറുക്കിയെടുത്തു. ചെറുതായിട്ട് ചിലതിലൊക്കെ കാക്ക കൊത്തിയിട്ടോ അങ്ങനെയൊക്കെ ഉണ്ട്. താഴെ വീണത് പെറുക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. നല്ല രസമുണ്ട് ഇങ്ങനെ താഴെ വീണ മാങ്ങൊക്കെ. അതും നമ്മളുടെ വീട്ടിലെ മരത്തിൽ നിന്ന് പഴുത്തതാകുമ്പോൾ അതിന് ഒരു ഇരട്ടി സന്തോഷം ഉണ്ടാവും. അങ്ങനെ ഞാൻ അങ്ങോട്ട് പെറുക്കി. പക്ഷെ ഞാൻ വലിയ കൊട്ട എടുത്തു. ഞാൻ നല്ലോണം പ്രതീക്ഷിച്ചു. പക്ഷേ അത്യാവശ്യം 1-2 ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ കാക്കയും അതൊക്കെ കൊത്തിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ മരത്തിൽ പിടിച്ചിട്ടുണ്ട്, അതായത് പഴുത്ത് വന്നിട്ടുണ്ടല്ലോ. അതൊരു നാളെയോ മറ്റൊന്നോ ആകുമ്പോഴത്തേക്കും കൊഴിയാൻ തുടങ്ങും. അതിന് മുന്നേ പറിച്ച് വെക്കണം. പക്ഷെ ഒരുപാടുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട്. ഒരുപാട് മാങ്ങ രാവിലെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആര് കഴിക്കുമോ എന്തോ അറിയത്തില്ല. പിന്നെ ഞങ്ങളുടെ മരത്തിൽ നിന്ന് പിടിച്ച മാങ്ങ കൊണ്ട് തന്നെ കുറച്ച് അച്ചാറും ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 2-3 കുപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അതാകുമ്പോൾ കുറച്ചും കൂടെ അധികകാലം മുന്നോട്ട് കൊണ്ടുപോകാമല്ലോ. നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതാ കണ്ടില്ലേ, ഒരുപാട് വാങ്ങിയുണ്ട്. ഇനി ഇതിപ്പം എന്ത് ചെയ്യുമോ എന്തായാലും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റാ.